പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കാണുവാൻ കർത്താവ് നമുക്ക് ജീവനും ആയുസ്സും ഒക്കെ ശേഷിപ്പിച്ച് തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മലാക്കി 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെ കാണുന്നു: ആസന്നമാകുന്ന യഹോവയുടെ ദിവസം, അഥവാ ദ കമ്മിങ് ഡേ ഓഫ് ദ ലോർഡ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും. For behold, the day is coming, burning like a furnace, and all the arrogant and every evil doer will be chaff, and the day that is coming will set them ablaze, says the Lord of hosts, so that it will leave them neither root nor branch. But for you who fear my name, the Son of Righteousness will rise with healing in its wings, and you will go forth and skip about like calves from the stall. ഹല്ലേലൂയ. വളരെ പ്രത്യാശയുള്ള ഒരു കർത്താവിനെ ഭയപ്പെടുന്ന തൻ്റെ ജനത്തിന് വളരെ പ്രത്യാശയും സന്തോഷവും നൽകുന്ന ഒരു വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യരെയെല്ലാം ദൈവത്തെ ഭയപ്പെടുന്നവരെന്നും ദൈവത്തെ ഭയപ്പെടാത്തവരെന്ന രണ്ട് കാറ്റഗറി ആയിട്ട് ഈ വാക്യത്തിൽ തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ദൈവത്തെ ഭയപ്പെടാത്ത കാറ്റഗറിയിൽ അവരുടെ പ്രത്യേകിച്ചുള്ള 2 അട്രിബ്യൂട്ട്സ് പറയുന്നുണ്ട്: അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും. അങ്ങനെയുള്ളവർ ഇപ്പോൾ സുഖവും സ്വസ്ഥതയും അനുഭവിക്കുന്നെങ്കിലും അവർ താളടിയാകുന്ന ഒരു ദിവസമായിരിക്കും യഹോവയുടെ ദിവസത്തിൽ സംഭവിക്കുക എന്ന ഉള്ള വലിയ ഒരു വാർണിംഗ് ദൈവവചനം ഈ വാക്യത്തിലൂടെ മലാക്കി പ്രവാചകനിലൂടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസമാണ് ദൈവത്തെ ഭയപ്പെടാത്തവർക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ യഹോവയുടെ ദിവസം. അന്ന് ഇപ്പോൾ നല്ല ബലമുള്ള വൃക്ഷങ്ങളായിട്ട് പടർന്ന് നിൽക്കുന്ന, നമുക്കറിയാം, ആസാഫ് ചുറ്റുമുള്ളവരെ നോക്കിയപ്പോൾ അഹങ്കാരികളുടെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന തൻ്റെ ജീവിതത്തിൽ താൻ നോക്കുമ്പോൾ കഷ്ടതയും ദുഃഖവും രോഗവും നെടുവീർപ്പും പ്രയാസവും മാത്രമുള്ളപ്പോൾ ചുറ്റും ദൈവത്തെ ഭയപ്പെടാത്തവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കുന്നത് കണ്ട് ആസാഫ് പിറുപിറുത്തതായിട്ട് നമുക്ക് സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതേപോലെ നമ്മളിൽ പലരും ഇന്ന് ചുറ്റുമുള്ള പലതും കണ്ട് നെടുവീർപ്പിട്ട് എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലേക്ക് ആശ്വാസമായിട്ട് യഹോവയുടെ ഈ ദിവസത്തെക്കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞ വചനം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വേര് ഉറച്ച് നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ദൈവത്തെ ഭയപ്പെടാത്തവരുടെ അവസാനം എന്തായിത്തീരുമെന്ന് മലാക്കി പ്രവാചകൻ പറയുന്നു: വേരും കൊമ്പും ശേഷിപ്പിക്കാതെ. വേരുണ്ടെങ്കിൽ മാത്രമേ ഒരു വൃക്ഷത്തിൻ്റെ വേര് കെട്ടുപോയാലും അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. ആ വൃക്ഷം കെട്ടുപോയാലും അത് പൊട്ടിക്കിളിർക്കും, അതിന് വേരുണ്ടെങ്കിൽ എന്ന് നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. എന്നാൽ വേരോടെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ എക്സിസ്റ്റൻസ്, ദർ ഇസ് നോ ഫർദർ എക്സിസ്റ്റൻസ്. അങ്ങനെ ഒരു വൃക്ഷത്തിന് പിന്നെ നിലനിൽപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടാത്ത ആരെങ്കിലും ഇന്നീ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ ഇപ്പോഴുള്ള സന്തുഷ്ടിയും ഇപ്പോഴുള്ള ഹല്ലേലൂയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത അവസ്ഥയും കണ്ട് സന്തോഷിച്ചു പോകരുത്. കാരണം യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുമ്പോൾ വേരും കൊമ്പ് ശേഷിക്കാതെ കത്തിച്ച് കളയുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തന് ഇഹലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രിയ മകനും പ്രിയ മകളുമായി തീരേണ്ടതിന്, ആ സ്വഭാവത്തോട് അനുരൂപപ്പെടേണ്ടതിന് അനുസൃതമായ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും വളരെ പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് മലാക്കി 4:2 നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നാം ദൈവത്തെ ഭയപ്പെട്ട് ഈ അരിഷ്ടതയും കഷ്ടതയും ഒന്നും അനുഭവിക്കുന്നത് വെറുതെ അല്ല. കാരണം എന്തെന്ന് വെച്ചാൽ നാമത്തെ ഭയപ്പെടുന്ന വർക്ക് വേണ്ടി അല്ലെങ്കിൽ ദുഷ്ടന്മാരെ
കത്തിച്ച് കളയുന്ന ചൂള ഒരു വശത്ത് നിൽക്കുമ്പോൾ ഹല്ലേലൂയ മറുഭാഗത്ത് ഹല്ലേലൂയ തൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു നീതി സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ നമ്മൾ അതിങ്ങനെ വായിക്കുന്നു, ബട്ട് ഫോർ യു ഹു ഫിയർ മൈ നെയിം ദ സൺ ഓഫ് റൈച്ചസ്നെസ് വിൽ റൈസ് വിത്ത് ഹീലിംഗ് ഇൻ ഇറ്റ്സ് വിങ്സ്. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും എവിടൊക്കെയാണോ ഇന്ന് മുറിവേറ്റ് കിടക്കുന്നത്, ആ മുറിവുകളെ ഒക്കെ ഉണക്കേണ്ടതിന് വേണ്ടുന്ന ഹല്ലേലൂയ ആ വിടുതലിൻ്റെ കരവുമായി ഹീലിങ്ങോടുകൂടി അല്ലെങ്കിൽ ഒരു നീതി സൂര്യൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ എഴുന്നേൽക്കും. അതെ, അവൻ ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കൂരിരുൾ നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും നമ്മുടെ കർത്താവ് നീതി സൂര്യനായിട്ട് ഹല്ലേലൂയ ആ ഹല്ലേലൂയ രോഗശാന്തി തൻ്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. അത് ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഏതെങ്കിലും പൈതലിന് ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തിക്ക് കഴിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ ഈ വചനത്തിൽ ആശ്വസിച്ചു കൊള്ളുക. ഹല്ലേലൂയ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി എവിടെ രോഗം അനുഭവിക്കുന്നോ, ചിലപ്പം ശാരീരികമായ ഒരു രോഗമായിരിക്കില്ല, മനസ്സിൻ്റെ ഉള്ളിലായിരിക്കാം, കുടുംബത്തിൽ ഹല്ലേലൂയ സ്വസ്ഥത അനുഭവിക്കാത്ത ഒരു അവസ്ഥയായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം. എന്നാൽ എന്തു വിഷയത്തിൻ്റെ നടുക്കും തന്നെ ഭയപ്പെടുന്നവന് വേണ്ടി ഹീലിംഗ് വിങ്സിൽ ഹല്ലേലൂയ സ്തോത്രം രോഗത്തിൻ്റെ ഉപശാന്തി തൻ്റെ ഹല്ലേലൂയ ചിറകുകളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന നീതി സൂര്യനെ ഇന്ന് ആത്മകണ്ണുകൾ കൊണ്ട് കാണാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഈ ലോകത്തിൽ ഇന്ന് ദൈനംദിന ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയിലും ആ നീതി സൂര്യൻ ഹല്ലേലൂയ രോഗോപശാന്തിയോടുകൂടി എന്തൊക്കെ നാം കഷ്ടത ഇവിടെ അനുഭവിച്ചുവോ അതിനെല്ലാം പലരും പരിഹാരമായിട്ട് ഒരു നീതി സൂര്യൻ നമ്മൾക്ക് വേണ്ടി ഹല്ലേലൂയ ഉദിക്കും. യഹോവയുടെ ദിവസത്തിൽ അവൻ ഉദിക്കും. ഹല്ലേലൂയ സ്തോത്രം. അന്ന് ഒരു ദൈവ പൈതലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് കെട്ടപ്പെട്ട കഴുതയെ പോലെ ആർക്കും വേണ്ടാതെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും അന്ന് ഹല്ലേലൂയ വെൽ ഫെഡ് കാഫ്സിനെ പോലെ വയറ് നിറയെ മൃഷ്ടാന ഭോജനം അനുഭവിച്ചിട്ട് ഹല്ലേലൂയ ഇനിയും കളിക്കുവാനായി അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു കാളക്കുട്ടി, ഒരു പശുക്കിടാവിൻ്റെ സന്തോഷം എത്രയാണോ അതുപോലെയുള്ളൊരു സ്വാതന്ത്ര്യമായിരിക്കും ആ നീതി സൂര്യൻ ഹല്ലേലൂയ വെളിപ്പെട്ട് വരുമ്പോൾ തന്നെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി താൻ കൊടുക്കുന്നത്. യെസ്, ദെയർസ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ഏത് ഇരുട്ടാണെങ്കിലും ആ ഇരുട്ടിൻ്റെ മധ്യത്തിൽ വെളിച്ചമുദിക്കും. ഹല്ലേലൂയ. ഏത് വലിയ രോഗമാണെങ്കിലും അതിൻ്റെ മുൻപിൽ സൗഖ്യം തരുവാൻ കഴിയുന്ന ഒരു നീതി സൂര്യൻ നമുക്ക് വേണ്ടിയുണ്ട്. ആ സൗഖ്യം ഇഹലോകത്തിൽ മാത്രമല്ല, പരലോകത്തിലും നിത്യതയിലും അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ നൈമിഷികമായ പ്രതിസന്ധിയുടെ മുന്നിൽ തളർന്നു പോകാതെ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പ്രത്യാശ, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടി തനിക്ക് കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് ഹല്ലേലൂയ വയറ് നിറഞ്ഞിട്ട് ഹല്ലേലൂയ അതിനെ ആ കൂട്ടിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ എത്ര സന്തോഷത്തോടെ തുള്ളി കളിക്കുവാനായി, എത്ര ഫ്രീഡത്തോടെ, യാതൊരു ഭാരവുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ, ഒരു സ്ട്രെസ്സുമില്ലാതെ, ഒരു ആങ്സൈറ്റിയും ഇല്ലാതെ ഓടുന്നത് പോലെ ഹല്ലേലൂയ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ മുൻപിൽ നമുക്കും ഇന്ന് നമ്മളെ വെയ് ഡൗൺ ചെയ്യുന്ന, ഇന്ന് നമ്മളെ തളർത്തിക്കളയുന്ന ഭാരവും പ്രയാസവും എന്ത് തന്നെ ആയിരുന്നാലും ഈ വാക്യത്തെ ഒന്ന് ഹല്ലേലൂയ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മദൃഷ്ടിയാൽ ഹല്ലേലൂയ ഇതിനെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. നമ്മെ കെട്ടിയിട്ടിരിക്കുന്ന പ്രയാസം എന്ത് തന്നെ ആയിരുന്നാലും, അത് മാനസികമോ ശാരീരികമോ ആത്മികമോ വൈകാരികമോ ഇതിനെ എല്ലാം ഹല്ലേലൂയ രോഗോപശാന്തിയോടെ ഉദിക്കുന്ന നീതി സൂര്യൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ഹല്ലേലൂയ ആ ഫ്രീഡത്തിൽ, ആ സ്വാതന്ത്ര്യത്തിൽ കാളക്കുട്ടികളെ പോലെ തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഹല്ലേലൂയ മുന്നിലും വെച്ചിട്ടുണ്ട്. അതേ സന്തോഷത്തിൽ ദൈനംദിനം ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കാൻ ആ സ്വാതന്ത്ര്യത്തിൽ ഇന്ന് ജീവിക്കുവാനായി നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.